കേരള PSC പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. കൊച്ചിയിൽ ആദ്യമായി എത്തിയ ഇംഗ്ലീഷുകാരനാരാണ്? മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. കേരളത്തിലെ ഏറ്റവും പഴയ നാണയമായി അറിയപ്പെടുന്ന സ്വർണ്ണ നാണയം ഏതാണ്? രാശി ആണ്. കേരളത്തിലെ ഏതു നദിയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടത്? പമ്പയാണ്. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ്? പെരിയാറാണ്. കേരളത്തിൽ നിന്നും ചേര രാജാക്കന്മാരുടേതായി ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ശാസനം ഏതാണ്? രാജശേഖരവർമ്മയുടെ വാഴപ്പള്ളി ശാസനം. നൗറ എന്നു വിളിക്കപ്പെട്ട പ്രാചീന കേരളത്തിലെ തുറമുഖം ഏതാണ്? കണ്ണൂർ. ആയി രാജാക്കന്മാരുടെ ആസ്ഥാനം ഏതായിരുന്നു? പൊതിയിൽമലയിലെ ആയിക്കുടിയായിരുന്നു ആയി രാജാക്കന്മാരുടെ ആസ്ഥാനം. ഏഴിമല രാജ്യത്തെ ഏറ്റവും പേരുകേട്ട രാജാവ് ആരായിരുന്നു? നന്ദൻ ആയിരുന്നു. ബറക്കെ എന്നറിയപ്പെട്ടിരുന്ന പ്രാചീന കേരളത്തിലെ തുറമുഖം ഏതാണ്? പുറക്കാടാണ്. കുട്ടനാടിനെ പഴയ കാലത്ത് വിളിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? കൊട്ടനോറ എന്ന പേരിലായിരുന്നു കുട്ടനാടിനെ പഴയ കാലത്ത് വിളിച്ചിരുന്നത്. കൊട്ടനോറ, മറന്നു പോകരുത്, കൊട്ടനോറ. മണിപ്രവാളത്തിൻ്റെ ലക്ഷണഗ്രന്ഥമായി സംസ്കൃതത്തിൽ എഴുതപ്പെട്ട കൃതിയാണ് ഏത്? ലീലാതിലകം എന്ന കൃതി. സെൻറ് തോമസ് കൊടുങ്ങല്ലൂരിൽ വന്നെത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന വർഷമേതാണ്? AD 52 സെൻറ് തോമസ് കൊടുങ്ങല്ലൂരിൽ വന്നെത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന വർഷം. ജൂതന്മാർ ആദ്യമായി കേരളത്തിലെത്തിയ വർഷം ഏതാണ്? AD 68. ഉദയംപേരൂർ സുനഹദോസ് നടന്നത് എവിടെയാണ്? ഉദയംപേരൂർ സുനഹദോസ് നടന്നത് എന്നാണ്? 1599. കൊല്ലവർഷം ആരംഭിച്ചത് AD 825. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനമാണെന്ത്? വേണാട്ടിലെ ശ്രീ വല്ലഭൻ കോതയുടെ മാമ്പള്ളി ശാസനം. AD 1000 ജൂതശാസനം പുറപ്പെടുവിച്ച ചേര രാജാവാരാണ്? ഭാസ്കര രവിവർമ്മ ഒന്നാമനാണ്. രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? മഹോദയപുരം. രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ ഭരണകാലം ഏതായിരുന്നു? AD 800 മുതൽ 1102 വരെയായിരുന്നു. രണ്ടാം ചേര സാമ്രാജ്യം കുലശേഖര സാമ്രാജ്യം എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. കുലശേഖരവർമ്മയായിരുന്നു രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ. അവസാനത്തെ കുലശേഖര ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാമവർമ്മ കുലശേഖരനാണ്. വേണാട്ടു രാജവംശത്തിൻ്റെ സ്ഥാപകനാരാണ്? രാമവർമ്മ കുലശേഖരനാണ്. കുന്നലക്കോനാതിരി, എർളാതിരി എന്നീ ബിരുദങ്ങൾ ഉണ്ടായിരുന്നതാർക്കാണ്? കോഴിക്കോട് സാമൂതിരിക്കായിരുന്നു. 12 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന മാമാങ്കം എന്ന ചടങ്ങ് സാമൂതിരിമാരുമായി ബന്ധപ്പെട്ടതാണ്. സാമൂതിരിയുടെ കപ്പൽപ്പടയുടെ തലവനാരായിരുന്നു? കുഞ്ഞാലിമരക്കാരായിരുന്നു. 18 കവികൾ എന്നറിയപ്പെട്ട രാജകീയ കവികൾ മാനവിക്രമൻ സാമൂതിരിയുടെ സദസ്സിനെയായിരുന്നു അലങ്കരിച്ചിരുന്നത്. ആ 18 കവികളിൽ അരകവി, അതായത് മലയാള കവി ആരായിരുന്നു? പൂനം നമ്പൂതിരിയായിരുന്നു. കോഴിക്കോട് തളിക്ഷേത്രത്തിലായിരുന്നു
രേവതി പട്ടത്താനം എന്ന 7 ദിവസത്തെ വിദ്വത്സദസ്സ് അരങ്ങേറിയിരുന്നത്. സാമൂതിരിയായിരുന്ന മാനവേദനാണ് ശ്രീകൃഷ്ണൻ്റെ ജീവിതകഥയെ ആധാരമാക്കിയുള്ള കൃഷ്ണഗീതി എന്ന കാവ്യം രചിച്ചത്. കേരളത്തിലെ പ്രധാനപ്പെട്ട രാജവംശമായ കൊച്ചി രാജവംശം പെരുമ്പടപ്പ് സ്വരൂപം എന്ന് അറിയപ്പെട്ടിരുന്നു. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? കൊട്ടാരക്കര തമ്പുരാനായിരുന്നു. കായംകുളം പണ്ട് അറിയപ്പെട്ടിരുന്നൊരു പേരാണ് ഓടനാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഡച്ചു രേഖകളിൽ ബെറ്റിമെനി എന്നറിയപ്പെട്ട ദേശമേതാണ്? കാർത്തികപ്പള്ളിയാണ്. പോർച്ചുഗീസുകാർ ഏതു നാട്ടുരാജ്യത്തെയാണ് കുരുമുളക് നാട് എന്ന് വിളിച്ചത്? വടക്കുംകൂർ നാട്ടുരാജ്യത്തെയാണ് പോർച്ചുഗീസുകാർ കുരുമുളക് നാട് എന്ന് വിളിച്ചത്. യൂറോപ്യൻ രേഖകളിൽ പാപ്പനേട്ടി എന്നു പേരുള്ള നാട്ടുരാജ്യമേതാണ്? പാപ്പിനിവട്ടമാണ്. അയ്യരൂർ അഥവാ പാപ്പിനിവട്ടം. ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തിയ യൂറോപ്യന്മാരാരാണ്? പോർച്ചുഗീസുകാരാണ്. വാസ്കോഡഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട്ട് കപ്പലിറങ്ങിയതെന്നാണ്? 1498 വാസ്കോഡഗാമയും സംഘവും സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ കപ്പലുകളിലാണ് ഇന്ത്യയിലെത്തിച്ചേർന്നത്. അതിൽ സാവോ ഗബ്രിയേൽ എന്ന കപ്പലിലായിരുന്നു വാസ്കോഡഗാമ സഞ്ചരിച്ചിരുന്നത്. വാസ്കോഡഗാമ 3 തവണയാണ് കേരളത്തിൽ വന്നത്. മൂന്നാമത്തെ തവണ വന്നതിന് ശേഷം 1524 ഡിസംബർ 24 വാസ്കോഡഗാമ കൊച്ചിയിൽ വെച്ച് അന്തരിച്ചു. അദ്ദേഹത്തിനെ അടക്കം ചെയ്തത് ഫോർട്ട് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ്. മലയാള ലിപി ആദ്യമായി അച്ചടിക്കപ്പെട്ട കൃതി ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കോസ് എന്നാണ്. ഹോർത്തൂസ് മലബാറിക്കോസിൻ്റെ രചനയ്ക്ക് മേൽനോട്ടം വഹിച്ച ഡച്ച് ഗവർണർ ആരാണ്? അഡ്മിറൽ വാൻഡീഡ് ആണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതെന്ന്? 1602. ദക്ഷിണ കേരളത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രമേതാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. മണിപ്രവാളത്തിൻ്റെ ലക്ഷണഗ്രന്ഥമായി അറിയപ്പെടുന്നത് ഏതാണ്? ലീലാതിലകമാണ്. പഴശ്ശിരാജാവിൻ്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? കോട്ടയം കേരളവർമ്മ എന്നായിരുന്നു. പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് എവിടെ വെച്ചാണ്? മാവില തോടിൻ്റെ കരയിലാണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ടത്. സർദാർ KM പണിക്കറാണ് പഴശ്ശിരാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച കുളച്ചൽ യുദ്ധം നടന്നത് എന്നാണ്? 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധത്തിൽ തടവിൽ പിടിക്കപ്പെട്ട ഡച്ചു നാവികനാരാണ്? ഡിലനോയാണ്. ഇംഗ്ലീഷുകാർ അഞ്ചുതെങ്ങിൽ വ്യാപാരശാല നിർമ്മിച്ച വർഷമേതാണ്? 1684. വേണാട്ടിലെ പുലപ്പേടി, മണ്ണാപ്പേടി എന്നീ ദുരാചാരങ്ങൾ നിരോധിച്ചതാരാണ്? കോട്ടയം കേരളവർമ്മയാണ്. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. 1750 ജനുവരി 3 തൃപ്പടിദാനം നടത്തിയത്. ആലപ്പുഴ തുറമുഖത്തിൻ്റെ ശില്പി ആരാണ്? രാജ കേശവദാസനാണ്.
നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമഭരതം എന്ന കൃതി രചിച്ച തിരുവിതാംകൂർ രാജാവാരാണ്? ധർമ്മരാജാവാണ്. ഫറൂഖ് പട്ടണത്തിൻ്റെ സ്ഥാപകനാരാണ്? ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ മലബാർ ബ്രിട്ടീഷുകാർക്ക് നൽകാൻ കാരണമായ ഉടമ്പടി ഏതാണ്? ശ്രീരംഗപട്ടണം സന്ധിയാണ്. 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത്. തിരുവിതാംകൂർ ദളവയായി വേലുത്തമ്പി നിയമിക്കപ്പെട്ട വർഷമാണ് 1800. വേലുത്തമ്പിയെ ദളവയായി നിയമിച്ച രാജാവാണ് ബാലരാമവർമ്മ. 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രത്തിലെ വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് എവിടെ വെച്ചാണ്? മണ്ണടി ക്ഷേത്രത്തിലെ പോറ്റിയുടെ വസതിയിൽ വെച്ചാണ്. തിരുവനന്തപുരത്തിനും നെയ്യാറ്റിൻകരയ്ക്കുമിടയിലായി നെയ്ത്തുകാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ബാലരാമപുരം എന്ന പുതിയ പട്ടണം സ്ഥാപിച്ച ദിവാനാരാണ്? ഉമ്മണിത്തമ്പിയാണ്. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച വർഷമേതാണ്? 1859. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ്. ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുരാചാരം നിർത്തലാക്കിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ്, കാഴ്ച ബംഗ്ലാവ്, ഗവൺമെൻറ് പ്രസ് എന്നിവ ആരംഭിച്ചതും സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. 1904 ശ്രീമൂലം പ്രജാസഭ പ്രവർത്തനം ആരംഭിച്ചത്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ചതാരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത്. മലബാർ ലഹളയുമായി ബന്ധപ്പെട്ടായിരുന്നു വാഗൺ ട്രാജഡി നടന്നത്. 1932 നിവർത്തന പ്രക്ഷോഭണം ആരംഭിച്ച വർഷം. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. 1896 സെപ്റ്റംബർ 3 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. 1891 GP പിള്ള മുൻകൈയെടുത്ത് ശ്രീമൂലം തിരുനാൾ രാജാവിന് സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് എന്ത്? മലയാളി മെമ്മോറിയൽ.